പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭ പുനരാരംഭിച്ചു. ശൂന്യവേളയിലെ മറ്റ് നടപടികളിലേക്ക് കടന്ന് സ്പീക്കർ. ഇന്നാണ് ശബരിമലയിലെ സ്വർണം പൂശൽ വിവാദവുമായി ബന്ധപ്പെട്ട് സഭ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയത്. ചോദ്യോത്തരവേള അടക്കം തടസ്സപ്പെടുത്തി സഭ തുടരാൻ കഴിയാത്ത സാഹചര്യം, ചോദ്യോത്തരവേള റദ്ദ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ചോദ്യോത്തരവേള നടത്താനാകാത്തത് ജനാധിപത്യത്തോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് സ്പീക്കർ പറയുകയും ചെയ്തത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് സഭ തടസ്സപ്പെടുത്തുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും പറയുകയുണ്ടായി. ഇപ്പോൾ സഭാ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ സഭാ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന നാടകങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി പൂശലുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ദുരൂഹതയുള്ള ഉയർത്തുന്ന വ്യക്തി, അദ്ദേഹം നടത്തിയ ഇടപാടുകൾ, അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസ്ഥാനത്ത് നിർത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം, അത് ലോകമെമ്പാടും നിന്ന് വലിയ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ ദേവസ്വം ബോർഡിന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ശോഭ കെടുത്താനെന്നോണം ആരോപണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ രംഗത്തെത്തുന്നത്. വളരെ കൃത്യമായ ചില ഗൂഢാലോചനകളുടെ ഭാഗമായി തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചെന്ന് മനസ്സിലാക്കുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് സഭ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ പോവുകയും ചെയ്യുന്നത്. ചോദ്യോത്തര വേള തന്നെ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം. ഷീജ ചെറിയാൻ, ഷീജ, വീണ് കിട്ടിയ വിഷയം എന്ന് തന്നെയാണ് പറയേണ്ടുള്ളത്. ശബരിമല, അതിൽ സർക്കാർ കുറ്റക്കാരല്ല, ദേവസ്വം ബോർഡ് കുറ്റക്കാരല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ, അയാളിലേക്ക് തന്നെയാണ് എല്ലാ അന്വേഷണവും പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിക്കുന്നത് സാഹചര്യത്തിലാണ്, ആരുടെ ഒത്താശയോടുകൂടിയാണ് ആരോപണം ഉന്നയിച്ചത്? ഇക്കാര്യങ്ങളൊക്കെ പൊതുജന മധ്യത്തിലേക്ക് വരാതിരിക്കാൻ നിയമസഭയ്ക്കകത്ത് നാടകം കളിക്കുകയാണ് പ്രതിപക്ഷം. എന്താണ് സഭയിൽ നടന്നത്? സിജു, ഏതായാലും ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭ ഇന്നത്തെ ദിവസം പ്രക്ഷുബ്ധമാക്കുക, സഭ സ്തംഭിപ്പിക്കുക എന്നുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിലെത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണ രീതിയിൽ ചോദ്യോത്തരവേള സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം ശൂന്യവേള 10 മണിക്ക് ശൂന്യവേള ആരംഭിക്കുമ്പോൾ അതിൽ അടിയന്തര പ്രമേയമായി അവർക്ക് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ നോട്ടീസ് നൽകാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലൊന്നും തന്നെ കാത്തു നിൽക്കാതെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ സഭയിൽ പ്രതിഷേധമുയർത്തുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതും അവർ ഇവിടെ സഭയിലെത്തുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ബാനർ തയ്യാറാക്കി വന്നിരുന്നു, പ്ലക്കാർഡ് തയ്യാറാക്കി വന്നിരുന്നു. അങ്ങനെ പൂർണ്ണമായ രീതിയിൽ ഇന്നിവിടെ സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ എത്തിയത്. സഭാ നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് പൊടുന്നനെ ഉണ്ടായതല്ല, മുൻകൂട്ടി തയ്യാറാക്കിയത് പ്രകാരമാണ് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. സഭ ആരംഭിക്കുന്നു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കേൾക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, ഈ വിഷയം അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നു. പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ പൂർണ്ണമായും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ വലിച്ചുയർത്തുന്നു. സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് സഭാ നടപടികൾ നിർത്തിവെക്കുന്ന ഒരു നടപടിയിലേക്ക് പോയി. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് സഭാ നടപടികൾ പുനരാരംഭിച്ചത്. പുനരാരംഭിച്ചപ്പോഴും സമാനമായ രീതിയിൽ തന്നെ പ്രതിപക്ഷം ആരംഭിക്കുകയായിരുന്നു, സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിൽ പല ആവർത്തി സ്പീക്കർ തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സഭയിൽ ചോദ്യോത്തരവേള ചോദ്യോത്തരവേളയോട് സഹകരിക്കാതിരിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഈ വിഷയം അനുവദിക്കേണ്ടത്? നിങ്ങളൊരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. അടിയന്തര പ്രമേയമായി ഒരു നോട്ടീസ് നൽകിയാലല്ലേ അത് പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പോലും പറയുവാൻ വേണ്ടി ചേർന്ന് സാധിക്കുകയുള്ളൂ.